നേത്രബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ? ചാലിശ്ശേരിയിൽ ആഴ്ചകൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത ഓപ്പൺ ജിം തകർച്ചയിലേക്ക്. നിർമ്മാണത്തിൽ വലിയ അഴിമതി നടത്തിയതായി സംശയിക്കുന്നതായും ആക്ഷേപമുയർന്നു. മുൻ MLA-യും KPCC വൈസ് പ്രസിഡന്റുമായ VT ബൽറാം ഓപ്പൺ ജിം സന്ദർശിച്ചു. തൃത്താല MLA കൂടിയായ മന്ത്രി MB രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചാലിശ്ശേരിയിൽ ഓപ്പൺ ജിം ഒരുക്കി നൽകിയത്. കഴിഞ്ഞ മാസം 22-നായിരുന്നു ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം. എന്നാൽ ഒരു മാസം പിന്നിടുമ്പോൾ തന്നെ ഇതിലെ ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ജിമ്മിലേക്ക് വരുന്നവർക്ക് ഇത് വലിയ അപകടാവസ്ഥയാണ് സൃഷ്ടിക്കുന്നതെന്നും ആക്ഷേപം ഉയർന്നു. ഇതേ തുടർന്ന് മുൻ MLA-യും KPCC വൈസ് പ്രസിഡന്റുമായ VT ബൽറാം ഓപ്പൺ ജിം സന്ദർശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് ഇവിടെ വാങ്ങിയിട്ടുള്ളതെന്നും എന്നാൽ ഇതൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടത്തിയതായി സംശയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും VT ബൽറാം ആവശ്യപ്പെട്ടു. ഇത്തരമുള്ള പദ്ധതികൾ ഇനിയും തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുകയാണെങ്കിൽ പുനർചിന്തനം നടത്തണമെന്നും VT ബൽറാം സൂചിപ്പിച്ചു. തൃത്താല നിയോജക മണ്ഡലത്തിൽ ചാലിശ്ശേരിയിൽ ഇവിടുത്തെ MLA-യും മന്ത്രിയുമായിട്ടുള്ള ശ്രീ MB രാജേഷിന്റെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഇത് ഉദ്ഘാടനം കഴിഞ്ഞത് ഈ കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ്. ആദ്യ ദിവസം തൊട്ട് തന്നെ ഇതിലെ ഉപകരണങ്ങൾ ഇളകി വീഴുകയും വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ അത് 10-20 ദിവസമേ ആയിട്ടുള്ളൂ. ഇതിനോടകം തന്നെ 8-9 ഇവിടെയുള്ള ഉപകരണങ്ങൾ ഇവിടെ ഇങ്ങനെ അഴിച്ചു മാറ്റി വെക്കേണ്ടുന്ന അവസ്ഥയിലാണ്. പൂർണ്ണമായും ഗുണനിലവാരം കുറഞ്ഞ ഒരു പണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 20 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി പൊതുഖജനാവിൽ നിന്ന് MLA ചെലവഴിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആകെ കാണാൻ സാധിക്കുന്നത് ഏതാണ്ട് ഒരു 1000 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് മണ്ണിട്ട് ഇവിടെ കട്ട വിരിച്ചിട്ടുണ്ട്. ചുറ്റും കമ്പിവേലി കൊണ്ട് ഒരു ബൗണ്ടറി കെട്ടിയിട്ടുണ്ട്. അതിനെല്ലാം ചേർത്ത് ഒരു പരമാവധി 2-2.5 ലക്ഷം രൂപയുടെ ചെലവാണുള്ളത്. ബാക്കി ഉള്ള തുക മുഴുവൻ ചെലവഴിച്ചിരിക്കുന്നത് ഈ ഇൻസ്ട്രുമെന്റ്സിനാണ് എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്ട്രുമെന്റിന് ഏതാണ്ട് 1 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചതായിട്ടാണ് നമുക്ക് കാണുന്നത്. എന്നിട്ടാണ് അത് ഇത്രയും ഗുണനിലവാരം കുറഞ്ഞ അവസ്ഥയിലെത്തുന്നതും ആളുകൾക്ക് അപകടകരമായ രീതിയിൽ മാറുന്നത്. ഇവിടെ സ്കൂളിന്റെ പരിസരമാണ്. സ്കൂൾ കുട്ടികളടക്കമുള്ള നിരവധി ആളുകളാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി ആദ്യ ദിവസം തന്നെ വന്നത്. പക്ഷെ ആദ്യ ദിവസം തന്നെ ഓരോ ഉപകരണങ്ങൾ ഓരോ ദിവസം എന്ന നിലയിൽ കേടാവുകയും ഇത് ഇപ്പോൾ പൂർണ്ണമായി ഈ പദ്ധതി ഒരു തകർന്ന അവസ്ഥയിലാണ് ഈ 10-20 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്.